നമസ്കാരം സുഹൃത്തുക്കളെ, ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ പരിശോധന എങ്ങനെ ചെയ്യണമെന്ന് സംബന്ധിച്ച് ഈ എക്സസൈസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവ സാധ്യമാകും. ട്രാൻസ്ഫോമർ ഓയിലിൽ ഒരു ഫീൽഡ് ടെസ്റ്റ് നടത്തുക. ട്രാൻസ്ഫോമർ ഓയിലിൽ ഒരു ക്രാക്കിൾ ടെസ്റ്റ് നടത്തുക. ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സെറ്റ് ഉപയോഗിച്ച് ട്രാൻസ്ഫോമർ ഓയിലിൽ ഡൈ ഇലക്ട്രിക് ടെസ്റ്റ് നടത്തുക. സാധാരണഗതിയിൽ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫോമറുകൾ തണുപ്പിക്കാനും ഇൻസുലേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഓയിലിനെ ട്രാൻസ്ഫോമർ ഓയിൽ അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് ഓയിൽ എന്ന് വിളിക്കുന്നു. മുമ്പ് അസംസ്കൃത ക്രൂഡ് ഓയിൽ ഭാഗികമായി ഡിസ്റ്റിലിംഗ് ചെയ്താണ് ഈ ഓയിൽ ലഭ്യമായിരുന്നത്. നമുക്ക് ഈ എക്സസൈസിന് ആവശ്യമായ ഉപകരണങ്ങളും സാധനങ്ങളും ശേഖരിക്കാം. ഗ്ലാസ് ടംബ്ലർ, പിപ്പറ്റ് 200 mm, insulated combination plier, screwdriver, electrician knife, standard transformer oil test kit, electric heater, samples of transformer oil, distilled water. ഫീൽഡ് ടെസ്റ്റ് നടത്തുന്നതിനായി ഒരു ഗ്ലാസ് ടംബ്ലർ, പിപ്പറ്റ്, ഓയിൽ സാമ്പിൾ, ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ ഒരുക്കുക. ഗ്ലാസ് ടംബ്ലറിൽ മുകൾ ഭാഗം വരെ ഡിസ്റ്റിൽഡ് വാട്ടർ നിറയ്ക്കുക. ഒരു പിപ്പറ്റിലൂടെ ട്രാൻസ്ഫോമർ ഓയിലിന്റെ ഒരു സാമ്പിൾ എടുത്ത് ഒരു തുള്ളി ഡിസ്റ്റിൽഡ് വാട്ടറിനു മേലെ ഡ്രോപ്പ് ചെയ്യുക. ഓയിൽ ഡ്രോപ്പിന്റെ ഷേപ്പ്, ഫീൽഡിന്റെ ഡയാമീറ്റർ, ഓയിലിന്റെ കണ്ടീഷൻ, ഓയിൽ ഡ്രോപ്പിന്റെ ഷേപ്പ്, ഫീൽഡിന്റെ ഡയാമീറ്റർ, ഓയിലിന്റെ കണ്ടീഷൻ നല്ലതാണോ ചീത്തയാണോ, ഡ്രോപ്പിന്റെ ഷേപ്പ് നിലനിർത്തിയാൽ ഓയിൽ നല്ലതാണ്. ഷേപ്പ് പരന്നതും ഡ്രോപ്പ് 18 mm താഴെ ഡയാമീറ്റർ ഉള്ളതുമായ ഫീൽഡ് ആണെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. അതിൽ കൂടുതലാണെങ്കിൽ അത് അനുയോജ്യമല്ല. റീകണ്ടീഷൻ ചെയ്യേണ്ടതുമുണ്ട്. ക്രാക്കിൾ ടെസ്റ്റ് നടത്തുന്നതിനായി സ്റ്റീൽ ട്യൂബ്, ഹീറ്റർ, ട്രാൻസ്ഫോമർ ഓയിലിന്റെ സാമ്പിൾ എന്നിവ ശേഖരിക്കുക. സ്റ്റീൽ ട്യൂബിന്റെ ക്ലോസ്ഡ് എൻഡ് ചൂടാക്കുക. ഓയിൽ സാമ്പിൾ ട്യൂബിലേക്ക് ഒഴിക്കുക. ട്യൂബ് ചെവിക്കരികിലേക്ക് കൊണ്ടുവന്ന് ശബ്ദം ശ്രദ്ധിക്കുക. കേട്ട ശബ്ദം രേഖപ്പെടുത്തുക. കേട്ട ശബ്ദം ഓയിലിന്റെ അവസ്ഥ ശ്രദ്ധിക്കുക. എണ്ണയിൽ ഈർപ്പം അടങ്ങിയിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറി ശബ്ദം കേൾക്കാം. അല്ലെങ്കിൽ ചൂ ശബ്ദം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഓയിൽ ടെസ്റ്റിംഗ് കിറ്റ് ഉപയോഗിച്ച് ഡൈ ഇലക്ട്രിക് ടെസ്റ്റ് നടത്തുന്നതിനായി ഓയിൽ ടെസ്റ്റിംഗ് സെറ്റ് പരിശോധിച്ച് മാനുഫാക്ചറർ നൽകിയ നിർദ്ദേശങ്ങൾ വായിക്കുക. വൃത്തിയുള്ളതും സുതാര്യവും ഉണങ്ങിയതുമായ ഗ്ലാസ് ബോട്ടിലിൽ ട്രാൻസ്ഫോമർ ഓയിലിന്റെ സാമ്പിൾ എടുക്കുക. ഒരു ഡ്രെയിൻ വാൾവ് ഉണ്ടെങ്കിൽ ഡ്രെയിൻ വാൾവിൽ നിന്ന് സാമ്പിൾ എടുക്കുക. ഡ്രെയിൻ വാൾവിൽ നിന്ന് സാമ്പിൾ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൺസർവേറ്റഡ് ടാങ്കിൽ നിന്ന് സൈഫോണിംഗ് ഓഫ് ചെയ്ത് സാമ്പിൾ വലിച്ചെടുക്കാവുന്നതാണ്. കുറഞ്ഞത് 3 ടെസ്റ്റുകളെങ്കിലും നടത്താൻ ട്രാൻസ്ഫോമറിൽ നിന്ന് 3 ബോട്ടിലുകളിലായി 3 സാമ്പിളുകളെങ്കിലും എടുക്കുക. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കപ്പ് ശുദ്ധമായ ഓയിൽ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ഇലക്ട്രോഡുകളുടെ ഗ്യാപ്പ് 4 mm ആകുന്ന വിധത്തിൽ ക്രമീകരിക്കുക. സാധാരണയായി ഉപകരണങ്ങൾക്കൊപ്പം വിതരണം ചെയ്യുന്ന കാലിബ്രേറ്റഡ് ഗേജ് ഉപയോഗിച്ച് ഗ്യാപ്പ് അളക്കുക. ഇലക്ട്രോഡുകൾക്ക് മുകളിൽ 1 cm ഉയരത്തിലോ കപ്പിൽ അടയാളപ്പെടുത്തിയ ലെവലിലോ പരിശോധിക്കേണ്ട ഓയിൽ സാമ്പിൾ ഉപയോഗിച്ച് കപ്പ് നിറയ്ക്കുക. വൃത്തിയുള്ള ഒരു കവർ ഉപയോഗിച്ച് കപ്പ് അടച്ച് ഓയിലിനെ സെറ്റിലാക്കാൻ 5 മിനിറ്റ് അനുവദിക്കുക. അങ്ങനെ എല്ലാ വായു കുമിളകളും അപ്രത്യക്ഷമാകും. ടെസ്റ്റ് ഏരിയ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഉറപ്പാക്കുക. വോൾട്ടേജ് റെഗുലേഷനെ 0 പൊസിഷനിൽ സെറ്റ് ചെയ്യുക. സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. 0 നിന്ന് ക്രമേണ വോൾട്ടേജ് ഉയർത്തുക. അങ്ങനെ 20 മുതൽ 30 സെക്കൻഡിനുള്ളിൽ പൂർണ്ണ വോൾട്ടേജിൽ എത്തും. വളരെ പ്രാരംഭഘട്ടത്തിൽ സ്പാർക്ക് ഗ്യാപ്പിലെ ശക്തമായ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനൊപ്പം വിന്യസിക്കുന്ന കോട്ടൺ, ഡസ്റ്റ് മുതലായവയുടെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ പോലുള്ള ചില ബാഹ്യവസ്തുക്കൾ കാരണം 20 kV-യിൽ പോലും ഒരു സ്പാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കത്തിപ്പോയേക്കാം. ടെസ്റ്റിനെ ബാധിക്കുകയില്ല.
ഓയിലിന്റെ അവസാന ബ്രേക്ക് ഡൗൺ വരെ വോൾട്ടേജ് ഉയർത്തുക. സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് അയക്കും. ഒരേ സമയം വോൾട്ട് മീറ്റർ നിരീക്ഷിക്കുകയും ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ റീഡിംഗുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. സ്പാർക്കിംഗ് കഴിഞ്ഞാൽ ഇലക്ട്രോഡിന് സമീപമുള്ള ഓയിൽ കറുപ്പ് നിറമാകും. രണ്ടാമത്തെ ഓയിൽ സാമ്പിൾ ഉപയോഗിച്ച് ഇനി പറയുന്ന ഘട്ടങ്ങൾ ആവർത്തിക്കുക. 1ഉം 2ഉം സാമ്പിളുകളുടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജുകൾ ഏകദേശം തുല്യമായിരിക്കണം എന്നത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ സാമ്പിളിനായി ടെസ്റ്റ് തയ്യാറാക്കുക. ടെസ്റ്റ് വോൾട്ടേജ് 40 kV വരെ വർദ്ധിപ്പിച്ച് ടെസ്റ്റ് നടത്തുക. 1 മിനിറ്റോളം ടെസ്റ്റ് വോൾട്ടേജ് ഉപയോഗിച്ച് സ്പാർക്കിംഗ് ഇല്ലെന്ന് നിരീക്ഷിക്കുക. നല്ല ഓയിൽ 1 മിനിറ്റ് നേരത്തേക്ക് 40 kV അതിജീവിക്കുമെന്നത് ശ്രദ്ധിക്കുക. പരിശോധിച്ച ഓയിൽ നല്ല നിലയിലാണെങ്കിൽ ട്രാൻസ്ഫോമർ ടാങ്കിന്റെ ബോഡിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓയിൽ ലെവൽ വരെ ട്രാൻസ്ഫോമർ ടാങ്കിൽ ഈ ഓയിൽ നിറയ്ക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവ സാധ്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രാൻസ്ഫോമർ ഓയിലിൽ ഒരു ഫീൽഡ് ടെസ്റ്റ് നടത്തുക. ട്രാൻസ്ഫോമർ ഓയിലിൽ ഒരു ക്രാക്കിൾ ടെസ്റ്റ് നടത്തുക. ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സെറ്റ് ഉപയോഗിച്ച് ട്രാൻസ്ഫോമർ ഓയിലിൽ ഡൈ ഇലക്ട്രിക് ടെസ്റ്റ് നടത്തുക. ട്രാൻസ്ഫോമർ ഓയിലിന്റെ പരിശോധന എങ്ങനെ ചെയ്യണമെന്ന് സംബന്ധിച്ച ഈ എക്സസൈസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എക്സസൈസിൽ വീണ്ടും കാണാം.